രചന ആഷ്മി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ആഷ്ക ആഷ്ക. ആമിയുടെ ഉറക്കെയുള്ള വിളി കേട്ടാണ് ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റത്. എന്താ ആമി, ഞാൻ ഇത്തിരി കൂടെ കിടക്കട്ടെ എന്നെന്റെ മറുപടി ആൾക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. എന്റെ ഉച്ചയുറക്കത്തിന് ഭംഗം വന്നതിന്റെ നീരസം എന്റെ മുഖത്ത് കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. ആമി എന്നെ പിന്നിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നു. ആ ചുമനത്തിൽ ഞാൻ അലിഞ്ഞു പോകുമെന്ന് എന്നേക്കാൾ കൂടുതൽ അവൾക്കറിയാം. അവൾ പെട്ടെന്ന് പോയി ഉണ്ടാക്കി വെച്ച ചൂട് ചായയും പഴംപൊരി എടുത്ത് വന്നു. ആമി ഇപ്പം എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചുള്ള ഒരു കാരണമുണ്ട്. പുറത്ത് നല്ല മഴയാണ്. ഈ മഴയത്ത് ആമിയും ഞാനും ബൈക്കിൽ കാന്തമല കയറാൻ തീരുമാനിച്ചിട്ടുണ്ട്. മഴയിൽ നനഞ്ഞ ബൈക്കിന് പുറകിൽ എന്നോട് ഒട്ടിച്ചേർന്നിരിക്കാൻ ആമിക്ക് എന്നും വലിയ ഇഷ്ടമാണ്. എനിക്കും. ചായ കുടി കഴിഞ്ഞതും ആമിയെയും കെട്ടിപ്പിടിച്ച് ഞാൻ ബെഡിലേക്ക് മറിഞ്ഞു. ആമി, നല്ല മഴയും തണുപ്പ്, നമുക്ക് കുറച്ചു നേരം കൂടി പുതപ്പിനുള്ളിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് പോവാം ആമി. ഞാൻ കെഞ്ചി. അതിനകം ഞാൻ അവളെ പുതപ്പിനുള്ളിൽ എൻ്റെ കൈകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയിരുന്നു. ആഷ്ക, മഴ, നനുത്ത കെട്ടിപ്പിടി, കാന്തമല. അതിനിടയിൽ ആമി ഓർമ്മിപ്പിച്ചു. ഞങ്ങൾ പുതപ്പ് മാറ്റി എഴുന്നേറ്റ് പോകാൻ തയ്യാറായി. ഞാൻ കുടയിൽ നിവർത്തി പുറത്തേക്ക് ഇറങ്ങി ബൈക്കിനരികിലേക്ക് നടന്നു. അതുകൊണ്ട് ആമി എന്നെ കളിയാക്കി. മഴ നനയാൻ ഇറങ്ങിയ ഞാൻ കുടയും ചൂടി നടക്കുന്നുകൊണ്ടാണ് ആമി കളിയാക്കിയത്. ആമി മഴ നനഞ്ഞ് തന്നെ ബൈക്കിനടുത്തേക്ക് വന്നു. ഞാൻ ബൈക്ക് സ്റ്റാർട്ടാക്കി കയറിയിരുന്നു. ആമി പുറകിൽ കയറിയിരുന്നു എന്നെ വട്ടം പിടിച്ചു. എൻ്റെ സിരകളിൽ പ്രണയത്തിൻ്റെ ഒരു കടലിരമ്പി. ഞങ്ങൾ പതുക്കെ യാത്ര തുടങ്ങി. മഴയിൽ നനഞ്ഞ് പ്രണയം പൂക്കുന്ന ഒരു യാത്ര കാന്തമലയിലേക്ക്. ആഷിൻ്റെയും ആമിയുടെയും പ്രണയയാത്ര. ബൈക്ക് മെയിൻ റോഡിൽ കയറി ഞങ്ങൾ യാത്ര തുറന്നു. ഇടക്ക് ആകാശത്ത് മിന്നൽ പിണരുകൾ പടർന്നു കയറുമ്പോൾ ഇടിമുഴക്കം കേൾക്കും മുന്നേ ആമി എൻ്റെ നനഞ്ഞ ദേഹത്ത് ഇറുകെ കെട്ടിപ്പിടിക്കും. ചെറിയ ഇടിയും മിന്നലും പോലും പേടിയാണ് അവൾക്ക്. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് ആഷിക്ക എന്ന് വിളിച്ചുകൊണ്ട് അവിടെ നനുത്ത വിരലുകൾ വീണ്ടും വീണ്ടും എന്നെ ഇറുക്കി പിടിച്ചുകൊണ്ടേയിരുന്നു. 4-5 വളവുകൾക്കപ്പുറം രഘുവേട്ടൻ്റെ ചായക്കടയാണ്. ഈ വഴി പോകുമ്പോൾ അവിടുത്തെ ചായയും പരിപ്പോടയും ആമിക്ക് നിർബന്ധമാണ്. എനിക്കും. ഞങ്ങൾ ബൈക്ക് റോഡ് സൈഡിൽ നിർത്തി ചായക്കടയിലേക്ക് നടന്നു. ഞാൻ കുട നിവർത്തിയപ്പോൾ ആമി എന്നോട് ചേർന്ന് നടന്നു. വേർപിരിയാത്ത 2 ശരീരങ്ങൾ പോലെ ഞങ്ങൾ ഒട്ടിച്ചേർന്ന് നടന്നു. രഘുവേട്ടാ, ഒരു ചായ, ഒരു സുലൈമാനി. ആമിക്ക് സുലൈമാനിയാണ് ഇഷ്ടം. കൂടെ പരിപ്പോടയും മേടിച്ച് ഞങ്ങൾ ചായക്കടയുടെ അകത്ത് ബെഞ്ചിലിരുന്നു. പുറത്ത് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മഴയത്ത് ഈ ചായയും പരിപ്പോടയും കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. കൂടെ പ്രണയിക്കുന്ന നല്ലവാദിയും കൂട്ടിനുണ്ടാകുമ്പോൾ. ഞങ്ങൾ ചായ കുടി കഴിഞ്ഞ് വീണ്ടും ബൈക്കിൽ കയറി. ബൈക്ക് 2 വളവുകൾ കൂടെ കഴിഞ്ഞ് കയറ്റം കയറാൻ തുടങ്ങി. കാടിൻ്റെ വന്യത കൂടുതൽ ദൃശ്യമാവാൻ തുടങ്ങി. ആമിയനെ വട്ടം പിടിച്ചതിൻ്റെ ശക്തി കൂട്ടി. അവളുടെ മുഖം എൻ്റെ കഴുത്തിൽ ചേർത്ത് വെച്ച് എൻ്റെ ചെവിയിൽ പതുക്കെ കടിച്ചു. എൻ്റെ ശരീരത്തിൽ കൂടെ ഒരു ചെറിയ കൊള്ളിയാൻ മിന്നി. ആമിയുടെ നിശ്വാസം എൻ്റെ കഴുത്തിൽ പതിയുമ്പോൾ ഞാൻ അറിയാതെ ബൈക്കിൻ്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരുന്നു. ആഷ്ക, ബൈക്ക് നിർത്തുമോ? ആമിയുടെ ചോദ്യം കേട്ട് ഞാൻ ബൈക്കിൻ്റെ വേഗത കുറച്ച് റോഡരികിൽ പതുക്കെ നിർത്തി. ആഷ്ക, നീ നോക്കിയേ, കുറച്ച് മുകളിൽ നടന്നിരുന്ന് നമുക്ക് കുറച്ച് ഫോട്ടോകൾ എടുക്കാം. ഞങ്ങൾ ഒന്നിച്ചുള്ള ഫോട്ടോകൾ ആമിക്ക് എന്നും വലിയ ഹരമാണ്. ഞങ്ങൾ ബൈക്കിൽ നിന്നിറങ്ങി കുറച്ച് മുകളിലേക്ക് നടന്നു. അപ്പോഴേക്കും മഴയുടെ ശക്തി നന്നായി കുറഞ്ഞിരുന്നു. ആമീൻ്റെ തോളിൽ തൂങ്ങി നടന്നു. ആഷ്ക, ഇവിടെ മതി. അത് പറഞ്ഞതും ആമി ഫോട്ടോക്ക് പോസ് ചെയ്യാൻ തുടങ്ങി. താഴെ ദൂരെ മാറി ഒരു സർപ്പത്തെ പോലെ മുങ്ങാഴിപ്പുഴ ഒഴുകുന്ന കാണാം. നമുക്കിനി സെൽഫി എടുക്കാം. ഞങ്ങൾ കുറച്ച് സെൽഫി എടുത്ത് വീണ്ടും ബൈക്കിനടുത്തേക്ക് നടന്നു. ബൈക്ക് വീണ്ടും ഞങ്ങളെയും കൊണ്ട് വളവുകൾ തിരിഞ്ഞ് കയറ്റം കയറാൻ തുടങ്ങി. അപ്പോൾ ആമിയുടെ കൈവിരലുകൾ എന്നെ നെഞ്ചിൽ പരതി നടക്കുകയായിരുന്നു. ആഷ്ക, എനിക്ക് വിശക്കുന്നുണ്ട്. അവളുടെ അടുത്ത ലക്ഷ്യം. അടുത്ത കയറ്റിറങ്ങിയാൽ കാണുന്ന ഗ്രേസ് ലാൻഡ് റിസോർട്ടാണ്. അവിടെ റെസ്റ്റോറൻറ്റിൽ നല്ല ന്യൂഡിൽസ് കിട്ടും. ചിക്കൻ മഷ്റൂമും ന്യൂഡിൽസും ആമിയുടെ ഇഷ്ടവിഭവങ്ങളിലൊന്നാണ്. ഒരവസരം കിട്ടിയാൽ ആമി ഇത് കഴിച്ചിരിക്കും. ഞാൻ ബൈക്കിൻ്റെ വേഗത കുറച്ചു പതുക്കെ ഗ്രേസ് ലാൻഡിൻ്റെ പാർക്കിങ്ങിലേക്ക് കയറ്റി. ആമിയുടെ തന്നെ ഒരു സുഹൃത്തുണ്ട് അവിടെ. അൻസാറേ എന്ന് ആമി ഉറക്കാനും വിളിക്കുന്നുണ്ടായിരുന്നു. അതും കേട്ടുകൊണ്ടാണ് ഞാൻ കൈ കഴുകാൻ പോയത്. തിരിച്ചു വരുമ്പോഴേക്ക് ആമി അൻസാറിനെ വിളിച്ച് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞിരുന്നു. കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും എടുക്കും ന്യൂഡിൽസ് തയ്യാറായി കൊണ്ടുവരാൻ. ആഷ്ക, നമുക്ക് ഭക്ഷണം വരുന്നവർ ആ പൂളിനടുത്ത് പോയിരിക്കാം. അതും പറഞ്ഞ് ആമി എൻ്റെ കൈ പിടിച്ച് നടന്നു കഴിഞ്ഞിരുന്നു. ഞങ്ങൾ പൂളിന് സമീപമുള്ള ബെഞ്ചിൽ പോയിരുന്നു. അപ്പോഴും ആമിയുടെ വിരലുകൾ എൻ്റെ വിരലുകളെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അൻസാർ ഭക്ഷണം തയ്യാറായി നടത്തുമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലോടെ ഞങ്ങളുടെ വിരലുകൾ പ്രണയസല്ലാപത്തിൽ നിന്നും പിന്തിരിഞ്ഞു. ഞങ്ങൾ ഭക്ഷണമേശക്കരിയിലേക്ക് നടന്നു. ആമി ഭക്ഷണം കഴിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ആസ്വദിച്ച് അങ്ങനെ കഴിക്കും. വൃത്തിയായി ആമി ഭക്ഷണം കഴിക്കുന്നത് ഇടയ്ക്ക് ഞാൻ കണ്ട് ആസ്വദിക്കാറുണ്ട്. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഗ്രേസ് ലാൻഡിൽ നിന്ന് ഇറങ്ങി. ആഷ്ക, നമ്മളിനി മലകയറി മുകളിലെത്തുമ്പോഴേക്ക് രാത്രിയാവില്ലേ? ഇന്ന് ഇവിടെ കൂടി നാളെ രാവിലെ മലകയറിയാലോ?
ആമി ഈ രാത്രി മല കയറുന്നതിൻ്റെ ചെറിയൊരു ഭീതി മുഖത്തുണ്ടായിരുന്നു. അത് വേണ്ട ആമി, നമുക്ക് രാത്രി തന്നെ മല കയറാം. ഞങ്ങൾ വീണ്ടും ബൈക്കിൽ പരസ്പരം ഒട്ടിച്ചേർന്ന് ഒരു ശരീരമായി യാത്ര തുടർന്നു. മുന്നിൽ ഇരുട്ട് വരാൻ തുടങ്ങി. വഴിവിളക്കുകൾ പരിമിതമാണെങ്കിലും അങ്ങിങ്ങ് കണ്ണു തുറന്നു. അപ്പോഴേക്കും മഴ പൂർണ്ണമായി ഒഴിഞ്ഞുപോയി. വളവുകൾ തിരിഞ്ഞ് കയറ്റം കയറി ഞങ്ങളെയും കൊണ്ട് ബൈക്ക് യാത്ര തുടർന്നു. തണുപ്പതിൻ്റെ കാഠിന്യം കാണിക്കാൻ തുടങ്ങി. ആമി എന്നെ ശക്തമായി ചേർത്ത് പിടിച്ച് എന്നിലേക്ക് കൂടുതൽ കൂടുതൽ അലിഞ്ഞുകൊണ്ടിരുന്നു. ആമി, നമുക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കരുതണം. ആമി അതിനൊന്ന് മോള് മാത്രം ചെയ്ത് സമ്മതം അറിയിച്ചു. 4-5 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു വഴിയോരക്കടയുണ്ട്. പക്ഷെ അത് നേരത്തെ അടച്ചിട്ടുണ്ടാവുമോ? എൻ്റെ മനസ്സിൽ ചോദ്യമായിരുന്നു. ഞാൻ ബൈക്കിൻ്റെ വേഗത കൂട്ടി. അതറിഞ്ഞ് ആമീനോട് പറയുന്നുണ്ടായിരുന്നു, ആഷിക പതുക്കെ പോ. അപ്പോഴേക്കും കടയുടെ മുമ്പിലെത്തി. കടക്കാരൻ സാധനങ്ങളെല്ലാം ഒതുക്കി പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഞങ്ങൾ അവിടുന്ന് 2 കുപ്പി വെള്ളം വാങ്ങിച്ചു. വീണ്ടും യാത്ര തുടങ്ങി. ഇനി അടുത്ത കയറ്റം കയറി വളവ് തിരിഞ്ഞാൽ കാന്തമലയിലേക്ക് പ്രധാന റോഡിൽ നിന്ന് മാറിപ്പോകണം. ഞങ്ങൾ വഴിതിരിഞ്ഞ് പോവേണ്ടടുത്ത് എത്തി. ഇനി വലതുവശത്ത് കാണുന്ന ചെറിയ റോഡിലേക്ക് കയറണം. കാന്തമല 16 കിലോമീറ്റർ എന്ന് സൂചിപ്പിക്കുന്ന ഒരു ബോർഡ് വലത്തോട്ട് പോകുന്ന പാതയുടെ തുടക്കത്തിൽ തന്നെ കാണാമായിരുന്നു. തണുപ്പിന്റെ കാഠിന്യം കൂടി വന്നു. പുതിയ പാത തുടങ്ങുന്നിടത്ത് ഞങ്ങൾ ബൈക്ക് നിർത്തി. ആമി വെള്ളക്കുപ്പി തുറന്ന് കുടിച്ചു. ബൈക്കിന്റെ സ്റ്റോറേജ് ബോക്സിൽ എപ്പോഴും 2 ജാക്കറ്റ്സ് കരുതാറുണ്ട്. ഞാനും ആമി അതെടുത്തിട്ടു. അതിനിടയിൽ 1-2 കാറും ബൈക്കുകളും ഞങ്ങൾ കടന്ന് കാന്തമല ലക്ഷ്യമാക്കി പോയി. ഇരുട്ടായതിന്റെ ചെറിയ പരിഭ്രമം ആമിയുടെ മുഖത്ത് കാണാമായിരുന്നു. ആഷ്ക, ഇനി ഒരുപാട് ഓടണ്ടേ മുകളിലെത്താൻ? ആമി ചോദിച്ചു. അത് സാറില്ല ആമി, നമുക്ക് പതുക്കെ ഡ്രൈവ് ചെയ്തു പോവാം, ഞാൻ പറഞ്ഞു. ഞങ്ങൾ ബൈക്കിൽ കയറി. വീണ്ടും ഞങ്ങളൊരു ശരീരമായി. ശ്വാസവും നിശ്വാസവുമായി. മഞ്ഞും മലയും പോലെയായി. ഇലയും കാറ്റും പോലെയായി. ഇനി കുറച്ച് ദുർഘടം പിടിച്ച കയറ്റമാണ്. പതുക്കെ സമയമെടുത്തേ കയറാനൊക്കൂ. മഴമേഘങ്ങളെങ്ങോ പോയി മറിഞ്ഞിരുന്നു. പൂർണ്ണചന്ദ്രൻ മേഘമൊഴിഞ്ഞ വഴിയിലൂടെ മേലിൽ എത്തി നോക്കി തുടങ്ങി. അത് ഞങ്ങളുടെ പ്രണയയാത്രയ്ക്ക് നിലാവെളിച്ചം പൊഴിച്ചു. ഞങ്ങളുടെ പ്രണയത്തെ ചുമന്ന് ബൈക്ക് പതുക്കെ പതുക്കെ കാന്തമലയുടെ ഉച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. നിലാവെളിച്ചം വരയ്ക്കുന്ന നിഴൽ ചിത്രങ്ങളും പതുക്കെ ഒഴുകിയെത്തുന്ന ചെറുമഞ്ഞിൻ കണങ്ങളും കാറ്റും ഞങ്ങളുടെ പ്രണയയാത്രയെ തഴുകി കടന്നുപോയി. ബൈക്ക് അവസാന കയറ്റവും കയറി മലയുടെ മുകളിലെ പുൽപ്പരപ്പ് നിറഞ്ഞ വഴിയിലെത്തി. മലമുകളിൽ ഞങ്ങളെപ്പോലെ ദൂരെ മാറി 1-2 ജീവൽ പ്രണയങ്ങൾ കാണാമായിരുന്നു. ഞങ്ങൾ ബൈക്ക് നിർത്തി മുന്നിലേക്ക് നടന്നു. കാന്തമലയുടെ രാത്രി ഭംഗി അതൊന്ന് വേറെ തന്നെയായിരുന്നു. നിലാവെളിച്ചവും ഒരുപാട് ദൂരെ താഴെ പുഴയുടെ കൈവഴികളിൽ നിലാവ് തീർക്കുന്ന വെളിച്ചത്തിൻ്റെ ഓളങ്ങളും മരത്തലപ്പുകളിൽ നിലാവെളിച്ചം വരയ്ക്കുന്ന നീൾ ചിത്രങ്ങളും ചെറുകാറ്റും നിലാവിൽ ഒഴുകി നടക്കുന്ന ചെറുമഞ്ഞിൻ പുതപ്പുകളും. ആമി പെട്ടെന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ആ ചുംബനം ഒരു നന്ദി വാക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ കുറച്ചു മാറി നനുത്ത തണുപ്പുള്ള പുൽമേടയിലിരുന്നു. ഞാൻ പതുക്കെ പുല്ലിൽ മലർന്നു കിടന്നു. ആമി എൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്ന് മുകളിലേക്ക് നോക്കി. അപ്പോഴാണ് ഞങ്ങൾ കാന്തമല മുകളിലെ ആകാശത്തിൻ്റെ ആ വശ്യ മനോഹാരിത കണ്ടത്. ഞങ്ങളുടെ പ്രണയം പോലെ ആകാശം നിലാവും നക്ഷത്രങ്ങളും ചേർന്ന് പൂത്തുലഞ്ഞു നിൽക്കുന്നു. ആമി എൻ്റെ അധരങ്ങളിലേക്ക് അധരങ്ങൾ ചേർത്ത് പലവുരു ചുംബിച്ചു. ഞങ്ങളുടെ കൈകൾ പ്രണയപ്പാതയുടെ തലമുടിയിൽ ചിത്രം വരച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ പ്രണയകാലം ഏതാണ്ട് മുഴുവനായി തന്നെ അവിടെ കാന്തമലയുടെ മുകളിൽ നിലാവെളിച്ചത്തിന് കീഴിൽ കിടന്ന് അയവിറക്കി. കഥ പറഞ്ഞ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഞങ്ങളൊന്ന് മയങ്ങി. ഞാൻ കണ്ണു തുറന്നപ്പോൾ സൂര്യോദയത്തിൻ്റെ പൊൻകിരണങ്ങൾ പതുക്കെ എത്തി നോക്കി തുടങ്ങിയിരുന്നു. ഞാൻ ആമിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഒരു വേള വീട്ടിലെ മെത്തയിലാണെന്ന് കരുതി ആമി എന്നെ ചെറുതായൊരു ചവിട്ട്. ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചാൽ ആമിക്ക് എപ്പോഴും അങ്ങനെ ഒരു പതിവുണ്ട്. ഞാൻ ആമിയെ കെട്ടിപ്പിടിച്ചങ്ങനെ ഇരുന്നു. ഞങ്ങളുടെ കൈകൾ വീണ്ടും പ്രണയിച്ചു തുടങ്ങി. സൂര്യകിരണങ്ങൾ അസൂയയോട് ഞങ്ങളുടെ പ്രണയത്തിലേക്ക് ഒളിഞ്ഞു നോക്കി. ആമി മുഖം തിരിച്ച് എൻ്റെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഞങ്ങൾ കാന്തമലയുടെ മുകളിലിരുന്ന് പ്രണയിച്ചു കൊതി തീരാതെ പതുക്കെ എഴുന്നേറ്റു. ബൈക്ക് ഞങ്ങളെയും കൊണ്ട് മലയിറങ്ങി തുടങ്ങി. ഞങ്ങൾ കഴിഞ്ഞ രാത്രിയിലെ പ്രണയാലസ്യത്തിൽ അലിഞ്ഞു ചേർന്ന് ഒന്നായിരുന്നു. ഈ ലോകത്തിൽ ഞാൻ മറ്റൊന്നിനു വേണ്ടിയും പെണ്ണേ നിന്നെ വിട്ടുപിടിക്കില്ല. അത്രയേറെ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ സ്നേഹം, ഈ പ്രണയം, ഇത് മരണം വരെ, അല്ല മരിച്ചും ജീവിച്ചും മരിച്ചു ഒരുപാട് കാലം നമുക്ക് പ്രണയിക്കണം. അവളുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞ് ഇങ്ങനെ ചിരിച്ച് കൊല്ലാതെ പെണ്ണേ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഈ ചിരിയ.
ഈ ചിരി അതെനിക്കായി. നീ എന്നും നിന്റെ ചുണ്ടിൽ സൂക്ഷിക്കുക. പ്രണയം പകർന്ന് പ്രണയം കൈമാറി അവരാ ചുരമിറങ്ങി.